ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് കന്നുകുട്ടി പരിപാലനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിശദീകരണമായിട്ടാണ് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം, എന്നാലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങൾ എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും ശ്രമിക്കണേ, എന്നാലാണ് നമുക്കത് പിന്നീടുള്ള ഇതിൽ തിരുത്താനും പറ്റത്തുള്ളൂല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിവിടെ ഒന്ന് പറയാം അല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു പശുക്കുട്ടീനെ മേടിച്ച് വളർത്തി വലുതാക്കി വരുമ്പോഴത്തേനും അത്യാവശ്യം നമുക്ക് നല്ലൊരു രീതിയിലുള്ള ചിലവ് വരുന്നുണ്ട്. സാധാരണ ഒരു പശുക്കുട്ടീനെ വളർത്താൻ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 2 വർഷം വരെ കാത്തിരിക്കണം. കാരണം 2 വർഷത്തിന് ശേഷം മാത്രമേ ഇവർ മതിലക്ഷണം കാണിക്കുകയുള്ളൂ, കുത്തിവെക്കാറാവുള്ളൂ. ചിലപ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ 1.5 വയസ്സ് തൊട്ടിട്ട് അവർ മതിലക്ഷണം കാണിച്ച് തുടങ്ങാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഒരു 2 വയസ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുത്തിവെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഗർഭപാത്രത്തിന് ഒരളവുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇവർ ചെന പിടിക്കുന്നതുള്ളൂ. കാരണം നമുക്കൊരു പശുക്കുട്ടീനെ മേടിക്കുമ്പോൾ ഒരു 1.5 വയസ്സുള്ള ഒരു പശുക്കുട്ടിയുടെ ഗർഭപാത്രത്തിൻ്റെ അളവ് ശരിക്കും ഒരു കുന്നിക്കുരുവിൻ്റെ അത്രയേ ഉണ്ടാവത്തുള്ളൂ. അതൊരു ഗോലിക്കായയുടെ അത്ര വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവരെ കുത്തിവെച്ചിട്ട് കാര്യമുള്ളൂ, അവർക്ക് ചെന പിടിക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ കുത്തിവെച്ച് കുറേ കാശ് കളഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് കുത്തിവെക്കാനും പിന്നെ ഗർഭപാത്രം കഴുകിയിട്ട് പിന്നെയും കുത്തിവെക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട്. ഞാൻ കാശ് കളയരുത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരു പശുക്കുട്ടീനെ മേടിച്ച് വളർത്തുമ്പോൾ അവർക്ക് എന്ത് തീറ്റ കൊടുക്കണം. ഇപ്പോൾ ചെന പിടിക്കാത്തൊരു പശുക്കുട്ടിക്കാണെങ്കിൽ നമുക്ക് കുട്ടിത്തീറ്റ കിട്ടാനുണ്ട്, സൊസൈറ്റിയിൽ നിന്നൊക്കെ കുട്ടിത്തീറ്റ കിട്ടാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ലതാണ് കുട്ടിത്തീറ്റ കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് കുട്ടിത്തീറ്റ കൊടുക്കുന്ന വഴി നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വളരാൻ സാധ്യതയുണ്ട്. കാരണം നല്ല മേനി വരാനും ഒക്കെ കുട്ടിത്തീറ്റ കൊണ്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടെ കുട്ടിത്തീറ്റ വളരെ കുറവാണ് കേട്ടോ കൊടുക്കാറ്, നമുക്കിവിടെ സാധാരണ കിട്ടാറില്ല. അപ്പോൾ നമ്മളും അങ്ങനെ കൊടുക്കൽ കുറവാണ്. നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഒരു ചെന പിടിച്ച പശുക്കുട്ടിക്കാണെങ്കിൽ നമ്മളിപ്പോൾ ആ ചെന പിടിച്ച് ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ തീറ്റയുടെ അളവ് കുറച്ച് കൂട്ടാൻ തുടങ്ങും. അങ്ങനെ ഒരു കുറച്ച് കൂട്ടി ഒരു 7 മാസം വരെ ഇങ്ങനെ കുറേശ്ശെ കൂട്ടി കൊടുക്കുക ചെയ്യാറ്. ഒറ്റയടിക്ക് നമ്മൾ ഒരിക്കലും പശുക്കൾക്കായാലും കുട്ടികൾക്കായാലും തീറ്റ കൂടുതൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് ദഹനക്കേട് വരാൻ വളരെ സാധ്യത ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പാത്രം കേരള വിറ്റ്സ് കൊടുത്തു വെച്ചെങ്കിൽ പിറ്റേ ദിവസം ഒരു 1.5 പാത്രം അല്ലെങ്കിൽ 1.5 പാത്രത്തിനെക്കാട്ടി കുറച്ച് കുറവ് അങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഏത് തീറ്റയാണോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആ തീറ്റ കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് കേരള ഫീഡ്സ്, പിന്നെ നെല്ലും തവിട്, ഉഴുന്നും തവിട്, ബീർ വേസ്റ്റ്, പിന്നെ പച്ചപ്പുല്ല് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ നാട്ടിൽ ഏതാണോ തീറ്റ കിട്ടുന്നത് അത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വേണമല്ലേ നമ്മുടെ മക്കളായാലും നമ്മുടെ പശുക്കുട്ടികളായാലും എല്ലാതും വളരാനായിട്ട്. അപ്പോൾ ഒരു 7 മാസം തൊട്ടിട്ട് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 7-ാം മാസമായിട്ടുള്ള ഒരു പശുക്കുട്ടിക്ക് നമ്മളൊരു 4 ഇടങ്ങാഴിയോളം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം പാല് കിട്ടണ്ടേ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രസവിപ്പിച്ചിട്ട് കൊടുക്കാനായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 7 മാസം മുതൽ അത്യാവശ്യത്തിന് നല്ല തീറ്റ കൊടുക്കാൻ തന്നെ ശ്രമിക്കുക. നമ്മൾ ഏത് തീറ്റയാണോ കൊടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു 9 മാസം വരെ കൂടുതലായിട്ട് കൊടുത്തു വന്നാലും മതി. പക്ഷെ നല്ല പാല് കിട്ടണമെങ്കിൽ കേരള ഫീഡ്സ് അങ്ങനത്തെ തീറ്റകൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ പശുവിനെ മേടിച്ചിട്ട് പ്രസവിപ്പിച്ചിട്ട് വിൽക്കുന്നവരാണെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നവർക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാവുമല്ലോ അവരും വാങ്ങിക്കുന്നത്. അപ്പോൾ പാല് കിട്ടാനാണ് അവർ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും കടിഞ്ഞു പശുക്കളെ മേടിക്കുമ്പോൾ പാല് ഇത്ര പ്രതീക്ഷിച്ചിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിത്തീറ്റ കൊടുത്ത് അല്ലെങ്കിൽ തീറ്റ കൊടുക്കാതെ ഒരു പശുക്കുട്ടീനെ പ്രസവിപ്പിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 7 മാസം തൊട്ടിട്ട് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും അപ്പോൾ അവർ ആ തീറ്റയായിട്ട് ഇങ്ങനെ യോജിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സുഖമാണ്, കാരണം വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കും. പിന്നെ ഒരു പ്രസവിക്കണതിന് 2 ദിവസം മുന്നേ ഒക്കെ തൊട്ടിട്ട് തീറ്റ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു എന്ന് വരാം. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവർക്ക് വേദന വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രസവിക്കാറാകുമ്പോൾ ഓരോ സിംറ്റംസ് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമല്ലോ, അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു 7 മാസം തൊട്ടിട്ട് പശുക്കുട്ടികൾക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് മുന്നേ ഒരു പാത്രം 1.5 പാത്രമൊക്കെ തീറ്റ കൊടുത്തു തുടങ്ങിയാൽ മതി കേട്ടോ. ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഒരു 2-3 മാസം
ഓവറായിട്ട് നിങ്ങൾ തീറ്റ കൊടുക്കൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ എത്ര തീറ്റയാണോ കൊടുക്കുന്നത് അതിന്നൊരു തരി ഒരിടങ്ങാഴി തീറ്റ കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. പിന്നൊക്കെ നമ്മൾ അതുവരെ 7 മാസം മുതൽ 9 മാസം വരെ കറക്റ്റായിട്ട് തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.